ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും ആമീസ് ഇൻഫോ ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളെ വീടുകൾ ഏറ്റവും നല്ല ക്ലീനാക്കി സൂക്ഷിക്കേണ്ട ഒന്നാണ് ക്ലോസറ്റ് അല്ലേ. അത് ക്ലീൻ ആയിട്ടില്ല എന്നുണ്ടെങ്കിലാണ് ഒരുപാട് രോഗാണുക്കൾ നമ്മളെ അഫക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള 2 ടിപ്സ് നമുക്കൊന്ന് വീഡിയോയിലോട്ട് നോക്കാവേ. അതിനായിട്ട് ഞാൻ ഇതുപോലെ നമ്മൾ യോഗോട്ടോ അല്ലെങ്കിൽ തൈരോ അങ്ങനെയൊക്കെ മേടിക്കുന്ന ചെറിയ ചെറിയ ഇതുപോലത്തെ പാത്രങ്ങൾ കാണത്തില്ലേ, അതിൽ ഞാൻ 2 എടുക്കുവാണ്. ഇതിപ്പോൾ നിങ്ങൾക്ക് ഒരെണ്ണമാണ് ചെയ്യാൻ ആവശ്യമെങ്കിൽ ഒന്നെടുത്താൽ മതി. ഞാനിപ്പോൾ 2 ടോയ്ലറ്റിന് കണക്കാക്കിയിട്ട് എടുക്കുന്നതാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജാമിൻ്റെ ബോട്ടിലോ ഏത് വേണമെങ്കിലും നമുക്ക് ഇന്ന് എടുക്കാമേ. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ഇതിലോട്ട് 3 സാധനങ്ങൾ കൂടി ആവശ്യമുണ്ട്. ഞാനിതുപോലെ കംഫർട്ട് എടുക്കുവാണ്. ഇത് 4 രൂപയുടെ ആ ഒരു പാക്കറ്റ് ഞാൻ 2 എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത് നല്ല മണമുള്ള ഗ്രാമ്പുവാണ്. ഗ്രാമ്പു നമുക്കറിയാം നല്ല അത്യാവശ്യം റേറ്റൊക്കെ കൂടിയ സാധനമാണ്. അപ്പോൾ ഇതിൽ നല്ല മണമുള്ളത് തന്നെ, നല്ല ഫ്രഷ് ആയിട്ടുള്ളത് തന്നെ എടുക്കണേ. അത്രയ്ക്ക് നല്ലൊരു സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഒരു 2 ഒരു 10 ആ ഒരു അളവിനെടുത്ത് ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഒരുപാട് മൈന്യൂട്ടായിട്ടുള്ള പൗഡറായി നമുക്ക് കിട്ടേണ്ട ആവശ്യമില്ല. ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതിയാവും. എന്നിട്ട് ഞാൻ 2 എടുത്ത് വെച്ചിട്ടുള്ള യോഗട്ടിൻ്റെ പാത്രത്തിലോട്ട് 2 പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലോട്ട് വേണ്ടത് പൊടിയുപ്പാണ്. പൊടിയുപ്പ് തന്നെ ഇതിനെടുക്കുക, അതാണ് കുറച്ചുകൂടി നല്ലത്. ഇനി ഇല്ലാത്തവരാണെങ്കിൽ മാത്രം പരലുപ്പ് എടുക്കാവേ. അപ്പോൾ 2 ഇതിൽ മാറ്റി ഞാൻ പൊടിയുപ്പ് ഓൾമോസ്റ്റ് ഫില്ല് ചെയ്ത് കൊടുക്കണം കേട്ടോ. കാരണം നമ്മൾ ബാക്കി സാധനങ്ങൾ ആഡ് ചെയ്യുമ്പോഴത്തേക്കും അത് പൊടിയുപ്പ് അങ്ങ് താഴ്ന്നു പോകും. അപ്പോൾ അതുകൊണ്ട് മാക്സിമം ഫില്ല് ചെയ്യാൻ പറ്റുന്ന അത്രയും ഫില്ല് ചെയ്ത് കൊടുക്കണേ. ഇപ്പോൾ ഞാൻ 2ലും ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടെന്ന് കംഫർട്ട് ഉണ്ടല്ലോ, അത് നമുക്ക് നമ്മുടെ 2 ഇതിലുമായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണേ. കംഫർട്ട് നമുക്ക് ഏത് ഫ്ലേവർ വേണമെങ്കിലും യൂസ് ചെയ്യാം. അത്യാവശ്യം നല്ല മണം തരുന്ന ഒരു സാധനമാണല്ലേ നമ്മുടെ ഈ കംഫർട്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് നമുക്ക് അതിലോട്ട് ഒഴിച്ചു കൊടുക്കാവേ. ഞാൻ 2 പാക്കറ്റ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, 2 സാഷ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ 2 നമുക്ക് ഓരോന്നിനും ആക്കി ഒഴിച്ചു കൊടുക്കാവേ. ഇത് ഇങ്ങനെ ഒഴിക്കുമ്പോൾ തന്നെ നല്ലൊരു മണമുണ്ട്. അപ്പോൾ ഇതിന് ആദ്യം നമ്മൾ ഗ്രാമ്പൂ ഇട്ട് അതിന് ശേഷം നമ്മുടെ സോൾട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്, വീണ്ടും നമ്മുടെ കംഫർട്ട്. അപ്പോൾ ഇതിന് 2ഉം നന്നായിട്ട് ഒഴിച്ച് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ഇത് നമുക്കറിയാം, ഈ ഒരു കംഫർട്ട് ഒഴിക്കുന്ന സമയത്ത് തന്നെ അതിൻ്റെ ചുറ്റുപാട് നല്ലൊരു മണം കിട്ടില്ല. അപ്പോൾ നമ്മുടെ ടോയ്ലറ്റിലൊക്കെ ഇതുപോലെ സംഭവം ഉണ്ടാക്കി വെക്കുവാണെങ്കിൽ നമ്മൾ ചെന്ന് കയറുമ്പോൾ തന്നെ ടോയ്ലറ്റിൽ നിന്നൊരു ഫ്രഷ്നെസ് കിട്ടും. നല്ലൊരു ഫ്രഷ് സ്മെല്ല് വരുമ്പോൾ നമുക്ക് എന്താ പറയുക, ഒരു ഭയങ്കര ഒരു പോസിറ്റീവ് ഫീലിംഗ് തന്നെ അല്ലേ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം ഇനി നമുക്കൊരു സംഭവം കൂടി ചെയ്യാനുണ്ട്. അതിൻ്റെ ടോപ്പ് പോർഷൻ ഇതുപോലെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കണേ. ഞാൻ ടാപ്പ് യൂസ് ചെയ്തിട്ടാണ് ജസ്റ്റ് കവർ ചെയ്യുന്നത്. നിങ്ങൾക്ക് എന്താണ് കംഫർട്ടബിൾ അതിനനുസരിച്ച് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഇല്ലാന്നുണ്ടെങ്കിൽ ഫോയിൽ പേപ്പർ വെച്ചോ അതാകുമ്പോൾ ഈസിയാണ് കേട്ടോ കുറച്ചുകൂടി. അപ്പോൾ എൻ്റെ കയ്യിൽ അതില്ലാത്തത് കൊണ്ട് ഞാൻ ഇങ്ങനത്തെ ഒന്ന് ജസ്റ്റ് കവർ ചെയ്ത് കൊടുക്കുകയാണ്. അതിൻ്റെ ടോപ്പിൽ നമുക്ക് എന്നിട്ട് ജസ്റ്റ് വേണമെങ്കിൽ ഹോൾ ഇട്ടുകയോ, ഇല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ സൈഡുണ്ടല്ലോ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ഇത് ചെയ്താൽ മാത്രം മതിയാവും. അതാകുമ്പോൾ അതുവഴി നമുക്ക് സ്മെല്ല് കിട്ടും. ഞാൻ അതിൻ്റെ സൈഡിൽ കുറച്ചൊന്ന് ഗ്യാപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതാകുമ്പോൾ ആ ഭാഗത്ത് വഴി നമുക്ക് ആ സ്മെല്ല് കിട്ടും. ഇല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഹോൾ ഇട്ട് കൊടുത്താലും മതിയാവും. ഏതാണ് കംഫർട്ടബിളായിട്ട് ഫീൽ ചെയ്യുന്നത് അത് ചെയ്തോളൂ കേട്ടോ. എനിക്ക് 2 ആവശ്യമുള്ളത് കൊണ്ട് ഞാൻ 2 ഇതുപോലെ ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എത്ര ആവശ്യം അതിനനുസരിച്ചിട്ട് എടുക്കാവേ. ഇനി നമുക്കിത് ടോയ്ലറ്റിലോട്ട് വെച്ച് കൊടുക്കാവേ. നമ്മുടെ ടോയ്ലറ്റിൻ്റെ ഏതെങ്കിലും ഒരു മൂല അറ്റം വെച്ച് കൊടുക്കുന്നതാണ് സേഫ്. ഇത് വെള്ളം നനഞ്ഞാലും കുഴപ്പമില്ല, പക്ഷേ അതിനകത്ത് വെള്ളം നനഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സ്മെല്ല് വേഗം പോവേ. അപ്പോൾ ഞാൻ 2 ടോയ്ലറ്റിനകത്തും വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് വെച്ച് കൊടുത്ത ശേഷം നമുക്ക് ആദ്യത്തെ 2-3 മണിക്കൂർ ആ ഒരു സ്മെല്ല് ഫീൽ ചെയ്തില്ല, പതിയെ നല്ലൊരു ഫ്രഷ്നെസ് കിട്ടും. ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നമുക്ക് 2ാമത്തെ ടിപ്പ് നോക്കാം. അതിനായിട്ട് ഞാനിതുപോലെ മാസ്ക് എടുത്തിട്ടുണ്ട് കേട്ടോ. മാസ്ക് ഇപ്പോൾ ഇല്ലാത്ത വീടുകൾ കാണത്തില്ല അല്ലേ. ഈ COVID-19 വന്ന ശേഷം എല്ലാവരുടെ വീടുകളിലും മാസ്ക് എന്തായാലും ഉണ്ടാവും. അപ്പോൾ അതിൽ നമ്മൾ യൂസ് ചെയ്തതോ അല്ലെങ്കിൽ യൂസ് ചെയ്യാത്തതോ ഒന്നെടുക്കാവേ. എടുത്ത ശേഷം ഇതിൻ്റെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണേ. ആ ഒരു സൈഡ് മാത്രം കട്ട് ചെയ്താൽ മതി, 2 ഭാഗവും കട്ട് ചെയ്തെടുക്കരുത്. അപ്പോൾ ഞാൻ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കട്ട് ചെയ്ത ശേഷം നമുക്ക് അതിൻ്റെ ആ മുകൾ ഭാഗം ഉണ്ടല്ലോ നമ്മുടെ, അതായത് മൂക്കിൽ നിന്നിങ്ങനെ പ്രസ് ചെയ്ത് വെക്കാനായിട്ട് അവിടെ ഒരു കമ്പി പോലത്തെ ഒരു സാധനം വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കത് പതിയെ ഒന്ന് വലിച്ച് ഇളക്കിയെടുക്കാവേ. അത് കളയരുത്. അതുകൊണ്ട് നമുക്കൊരാവശ്യമുണ്ട്. ഇനി നമുക്ക് വേണ്ടത് സോപ്പാണ്. സോപ്പ് അത്യാവശ്യം നല്ല മണമുള്ളത് എടുക്കുക. ഇനി പുതിയത് തന്നെ എടുക്കണമെന്ന് നിർബന്ധമില്ല. നമ്മൾ യൂസ് ചെയ്തിട്ട് ഇതുപോലെ ആയത് കാണത്തില്ലേ. പക്ഷേ ഞാനത് എടുക്കുന്നില്ല, കാരണം അതിലങ്ങനെ വലിയ നമ്മൾ വിചാരിക്കുന്ന ഒരു സ്മെല്ല് കിട്ടത്തില്ല, പക്ഷേ ഫ്രഷ്നെസ് ആവേ. ഞാൻ ആ സോപ്പിനെ ചെറിയ പീസാക്കി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. അതിനോടൊപ്പം നമുക്ക് കോൾഗേറ്റും കൂടി എടുക്കണേ. ഇത് 2ഉം കൂടിയിട്ട് നമുക്ക് നമ്മുടെ നേരത്തെ കട്ട് ചെയ്ത് വെച്ച മാസ്ക് ഉണ്ടല്ലോ, അതിനുള്ളിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇതിനോട്ട് നമുക്ക് കംഫോർട്ടോ അങ്ങനത്തെ ഒന്നും വേറൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ്
ഞാൻ പേസ്റ്റും ഇതും കൂടി അതിനോട്ട് ഇട്ട് കൊടുക്കാൻ പറയുന്നത്. പേസ്റ്റും ഇതും ആകുമ്പോൾ നമുക്ക് നല്ലൊരു എന്താ പറയുക, നല്ല സോപ്പിൻ്റെത് കാരണം നല്ല മണവും കിട്ടും. പേസ്റ്റ് യൂസ് ചെയ്യുന്നത് കാരണം നമ്മുടെ ടോയ്ലറ്റ് നന്നായിട്ട് ക്ലീൻ ആവുകയും ചെയ്യും. അപ്പോൾ ടോയ്ലറ്റ് ഉരയ്ക്കുകയും ബ്രഷ് കൊണ്ട് യൂസ് ചെയ്യാണ്ട് നല്ല ക്ലീൻ ആക്കാൻ പറ്റിയ ഒരു അടിപൊളി ടിപ്പാണിത്. ഇനി നമുക്ക് നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു കമ്പി പോലത്തെ സാധനം ഉണ്ടല്ലോ, അത് വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് കെട്ടിക്കൊടുക്കാവേ. അപ്പോൾ ഇതാ നമ്മുടെ ഒരു ബ്രഷ് വെച്ച് ഉരയ്ക്കുകയും വേണ്ട, ഉരച്ചൊരച്ച് നമ്മുടെ കൈയും തേയത്തില്ല. അപ്പോൾ അതിനായിട്ടുള്ള ടിപ്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മുടെ ക്ലോസറ്റിലെ അതിലോട്ട് എങ്ങനെയാണ് പ്ലേസ് ചെയ്യാൻ നോക്കാവേ. ഇപ്പോൾ നമ്മുടെ ഒരു സഞ്ചി ഇതാ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് സംഭവം. കോൾഗേറ്റും അതുപോലെ തന്നെ നമ്മുടെ സോപ്പും വെച്ചിട്ടുള്ള ആ ഒരു സംഭവം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് പ്ലേസ് ചെയ്യാം. ഇനി നമുക്ക് ടോയ്ലറ്റിൻ്റെ ഫ്ലഷ് അടിക്കുമ്പോൾ വെള്ളം വരാനായിട്ടൊരു ബോക്സ് കാണുമല്ലേ, അപ്പോൾ ആ ഒരു ബോക്സിനകത്തോട്ടാണ് നമ്മളിത് പ്ലേസ് ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് അതിൻ്റെ ആ ഒരു ഇത് നമുക്ക് ഊരിയെടുക്കാവേ. അതിൻ്റെ ബോക്സിൻ്റെ ആ ഒരു അടപ്പ് നമുക്ക് ഊരിയെടുക്കാം. ഇനി നമുക്കിത് ഹാങ് ചെയ്യാനായിട്ട് നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സ്ഥലം നോക്കിയിട്ട് ഹാങ് ചെയ്ത് കൊടുക്കണേ. ഈ സ്ഥലം ആണ് നമ്മൾ ഫ്ലഷ് അടിക്കുമ്പോൾ വരുന്നത്. അപ്പോൾ അവിടെ ചെയ്ത് കൊടുക്കരുത്. എനിക്ക് കംഫർട്ടബിളായിട്ട് ഇത് ഈ സൈഡിലാണ് കേട്ടോ, ചെറിയൊരു ഇതുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മളിങ്ങനെ ചെയ്തത് കാരണം ഇനി വെള്ളം കൂടി അതിൽ വരുമ്പോഴത്തേക്ക് സോപ്പും നമ്മുടെ ആ കോൾഗേറ്റും കൂടി നല്ലതുപോലെ അലിയുകയും അത് നമ്മൾ ഫ്ലഷ് അടിക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ആ ഒരു മണവും അതുപോലെ ആ ഒരു കോൾഗേറ്റിൻ്റെ ഉണ്ടല്ലോ അത് കാരണം നല്ല നമ്മുടെ ഈ ക്ലോസറ്റ് നല്ല ക്ലീൻ ആയിരിക്കുകയും ചെയ്യും. അപ്പോൾ ടിപ്സ് എല്ലാവർക്കും ഇഷ്ടമായില്ലേ? അപ്പോൾ ഇന്നത്തെ ടിപ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവർ എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.